السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد رياض الصالحين حديث نمبر 4 وعن أبي عبد الله جابر بن عبد الله الأنصاري رضي الله عنهم جابر رضي الله عنه ധരിക്കുന്ന ഹദീസാണ് قال ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കുന്ന ഞങ്ങളായിരുന്നു, അതായത് ജാബിർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സംഘത്തെക്കുറിച്ചാണ് പറയുന്നത്. മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമായിരുന്നു. ഫീ ഗസാത്തിൻ, ഒരു യുദ്ധത്തിൽ. ഫഖാല, അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ബിൽ മദീനതി ലരിജാലൻ, മദീനയിൽ ഉണ്ട്, ലരിജാലൻ ചില പുരുഷന്മാരുണ്ട്. ഇന്ന തീർച്ചയായിട്ടും, ബിൽ മദീന മദീനയിൽ ഉണ്ട്, ലരിജാലൻ ചില പുരുഷന്മാർ. മാ സിറുത്തും നിങ്ങൾ നടന്നിട്ടില്ല, സാറ യസീറു നടന്നു നർത്ഥം. മാ സിർത്തും മസീറൻ നിങ്ങൾ ഒരു നടത്തവും നടന്നിട്ടില്ല, അതായത് നിങ്ങളൊരു ഒരു 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 ചവിട്ടുപടിയും മുന്നോട്ട് വെക്കുന്നില്ല. വലാ ഖതഅതും വാദിയൻ നിങ്ങൾ ഒരു മലഞ്ചെരുവും മുറിച്ച് കടക്കുന്നില്ല. ഖതഅ എന്ന് പറഞ്ഞാൽ മുറിച്ച് കടക്കുക, വാദി മലഞ്ചെരുവ്. ഇല്ലാ കാനൂ മഅക്കും അവർ നിങ്ങളോടൊപ്പമായിട്ടല്ലാതെ, അതായത് അവർ മദീനയിലാണുള്ളത്, അവർ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ മലകൾ താണ്ടി നടക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാട് അവർക്കറിയാം. അവർ മദീനയിൽ വെച്ചുകൊണ്ട് നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ടോ അവരെന്തേ നമ്മളോടൊപ്പം ഇല്ലാത്തത്? ഹബസഹുമുൽ മറദു, ഹബസ അവരെ തടഞ്ഞു വെച്ചു, ഹും അവരെ, അൽ മറദു രോഗം അവരെ തടഞ്ഞു വെച്ചു. രോഗം കാരണമായിട്ട് അവർക്ക് നമ്മോടൊപ്പം വരാൻ സാധിച്ചില്ല. വഫി റിവായത്തിൻ ഇല്ലാ ശരീകൂക്കും ഫിൽ അജ്രി, ഒരു റിവായത്തിൽ ഇല്ലാ കാനുമാക്കും എന്നല്ല, ഇല്ലാ ശരീകൂക്കും ഫിൽ അജ്രി. ശരീക്ക എന്ന് പറഞ്ഞാൽ കൂറ് നർത്ഥം, കൂറ് ഉണ്ടായി നർത്ഥം. അതായത് കൂലിയിൽ നിങ്ങളോടൊപ്പം അവർക്ക് എന്തുണ്ടാകും? പാർട്ട്ണർഷിപ്പ് ഉണ്ടാകും. അതായത് നിങ്ങൾക്ക് കൂലി കിട്ടുന്നത് പോലെ അവർക്കും കൂലി കിട്ടുമെന്ന് മറ്റൊരു ഹദീസിൽ കാണാം. അജ്ർ എന്ന് പറഞ്ഞ കൂലി. വറവാഹുൽ ബുഖാരി അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല റജഅനാ മിൻ ഗസ്വതി തബൂക്കിൻ. അനസ് റളിയല്ലാഹു അൻഹു ധരിച്ച ബുഖാരിയിലെ റിപ്പോർട്ടിൽ കാണാം, ആ യുദ്ധം ഏതായിരുന്നു? ഗസ്വതി തബൂക്ക, തബൂക്ക് യുദ്ധമായിരുന്നു. മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം തബൂക്ക് യുദ്ധത്തിലേക്ക് പോയി. നാം തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മടങ്ങുകയായിരുന്നു. ഫഖാല, ആ മടങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന അഖ്വാമൻ ഖൽഫന, ഇന്ന അഖ്വാമൻ, ഖൗമ് എന്ന് പറഞ്ഞാൽ സമൂഹം, അഖ്വാമ് എന്ന് പറഞ്ഞാൽ സമൂഹങ്ങൾ. ഇന്ന അഖ്വാമൻ ഒരു സമൂഹം അല്ലെങ്കിൽ സമൂഹങ്ങൾ, ഖൽഫന ഞങ്ങൾക്ക് പിന്നിലുള്ളവർ, ബിൽ മദീന മദീനയിൽ ഞങ്ങൾക്ക് പിന്നിലുള്ളവർ, അതായത് ഞങ്ങൾ മദീനയിൽ വിട്ടേച്ചു വന്ന ഞങ്ങളോടൊപ്പം വരാത്ത മദീനയിലുള്ളവർ. അവർ മാ സലക്കിന ഷിഅബൻ വലാ വാദിയൻ. ഷിഅബ് വാദി എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരേ മീനിങ് ആണ്. മലയിലെ ഉള്ള വഴി, മലഞ്ചെരുവ് എന്നൊക്കെ അർത്ഥം. അപ്പോൾ സലക്ക എന്ന് പറഞ്ഞ് പ്രവേശിക്കുക. മാ സലക്കന ഞങ്ങൾ പ്രവേശിച്ചിട്ടില്ല, ഷിഅബൻ വലാ വാദിയൻ ഒരു മലഞ്ചെരുവോ അതല്ലെങ്കിൽ ഒരു വഴിയോ ഞങ്ങൾ പ്രവേശിക്കുന്നില്ല, അതായത് ഞങ്ങൾ നടന്നു പോകുന്നില്ല എന്നർത്ഥം. ഇല്ലാ വഹും മഅന അവർ നമ്മളോടൊപ്പമായിട്ടല്ലാതെ. ഇല്ല എന്ന് പറഞ്ഞാൽ എക്സെപ്റ്റ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന അല്ലാതെ എന്നർത്ഥം. ഇല്ലാ വഹും മഅന നമ്മളോടൊപ്പം, നമ്മളോടൊപ്പമായിട്ടല്ലാതെ. ഹബസഹും അവരെ പിടിച്ചു വെച്ചു, അൽ ഉദുറു ഉദുർ, അതായത് അവർക്ക് ഒരു ജെന്യൂൻ എക്സ്ക്യൂസ് ഉണ്ടായിരുന്നു.
ആ എക്സ്ക്യൂസ് ഉള്ളത് കൊണ്ടാണ് അവർ വരാത്തത്. അപ്പോൾ ഈ ബുഖാരിയുടെ ഹദീസിൽ തബൂക്ക് യുദ്ധമാണെന്ന് അറിയാം. തബൂക്ക് എന്നുള്ളത് നമുക്കറിയാമല്ലോ, ഇന്നത്തെ നോർത്തേൺ സൗദി അറേബ്യ ആ ഭാഗത്ത് ജോർദാൻ അടുത്തായിട്ടുള്ള സ്ഥലമാണ് തബൂക്ക്. അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടാണ് സ്വഹാബികൾ മദീനയിൽ നിന്നും ഒരു ചൂട് കാലത്താണ് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്ര പോയത്. ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്. ആ യുദ്ധത്തിന് ചില സ്വഹാബികൾക്ക് പോകാൻ കഴിഞ്ഞില്ല. അവർക്ക് മതിയായ കാരണങ്ങളുണ്ടായിരുന്നു. നബി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി എന്തിനാണ് ഈ ഒരു ഹദീസ് ഇവിടെ കൊണ്ടുവന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ യുദ്ധത്തിന് പോയ സ്വഹാബികളോട് പറഞ്ഞു, നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ യുദ്ധത്തിന് വന്നു, അതിന് എന്താണോ അല്ലാഹു തആല കൂലി കൊടുക്കുന്നത് അതേ കൂലി മദീനയിലുള്ളവർക്കും കൊടുക്കും. എന്തേ കിട്ടാനുള്ള കാരണം? അത് മദീനയിൽ നമ്മളോടൊപ്പം യുദ്ധത്തിന് പങ്കെടുക്കാത്തവർ അവർക്ക് പങ്കെടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അവർ ഇപ്പോഴും നമ്മെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. യുദ്ധത്തിൽ പങ്കെടുക്കാൻ വലിയ കൊതിയുണ്ടവർക്ക്. പക്ഷേ അവർക്ക് രോഗം കാരണമായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു ഉദറുള്ളത് കൊണ്ട്, എക്സ്ക്യൂസ് ഉള്ളത് കൊണ്ട് അവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക്, അതായത് വരാൻ കഴിയാതെ പിന്നെ വിഷമിക്കുന്നവർക്ക് അല്ലാഹു തആല നിങ്ങൾക്ക് ലഭിക്കുന്ന അതേ കൂലി കൊടുക്കും. അതായത് നിയ്യത്തിൻ്റെ പ്രാധാന്യമാണ്. നിയ്യത്തിൻ്റെ പ്രാധാന്യമാണ് ഈ ഹദീസിൽ പറയുന്നത്. നമുക്ക് എന്തൊക്കെ പാഠങ്ങൾ കൊള്ളാനുണ്ട്? ഒന്നാമതായിട്ട് ഉദുർ ഉണ്ടെങ്കിലാണ് ഈ കൂലി കിട്ടുക. അതായത് ജെന്യൂൻ എക്സ്ക്യൂസ് ഉണ്ട് എന്നിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാത്തവർക്കാണ്. അത് കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഹബസഹുമുൽ ഉദുറു. അതേ യുദ്ധത്തിൽ ഒരുപാട് മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ പങ്കെടുത്തിരുന്നില്ല. അവർക്ക് ഉദുറുണ്ടായിരുന്നില്ല. അങ്ങനെ ഉദുർ ഇല്ലാതെ മദീനയിലുള്ളവർക്കൊന്നും ഈ കൂലി കിട്ടൂല. പിന്നെ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ യുദ്ധത്തിൽ ജയിച്ചാൽ മാത്രം കൂലി എന്നുള്ള പരിപാടിയില്ല. തബൂക്ക് യുദ്ധം ശരിക്കും അവിടെ ഒരു കാര്യമായ യുദ്ധം പോലും നടന്നിട്ടില്ല. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്കിലേക്ക് പോയ സ്വഹാബികളെ വളരെയധികം മദ്ഹ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന കൂലിയെ പിന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ഹദീസ് പറയുന്നത്. അതുകൊണ്ടെന്ന് മനസ്സിലാക്കാം, ഒരു ജിഹാദ് ധർമ്മസമരത്തിന് വേണ്ടി ഇറങ്ങി അവിടെ ജിഹാദ് നടന്നില്ലെങ്കിൽ പോലും കൂലി കിട്ടും, നിയ്യത്തിന് കൂലിയുണ്ട്. അതുപോലെ തന്നെ ജിഹാദ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട് യുദ്ധം ചെയ്താൽ ആ യുദ്ധത്തിന് വേണ്ടി മാത്രമല്ല കൂലി കിട്ടുക, ഓരോ നടത്തവും കൂലിയുള്ളതാണ്. അപ്പം നല്ലൊരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ സംഗതികൾ പോലും പടച്ചവൻ്റെ അടുത്ത് കൂലി കിട്ടും. മൂന്നാമതായിട്ട് നല്ല നിയ്യത്തുണ്ടെങ്കിൽ നമുക്ക് ചില സംഗതികൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും അല്ലാഹു തആല കൂലി തരും. എന്നും ജമാഅത്തിന് പോകുന്ന ഒരാൾക്ക് ഒരു ദിവസം പനി ബാധിച്ച് സുബ്ഹി നിസ്കാരത്തിന് ജമാഅത്തിന് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലാഹു തആല ജമാഅത്തിന് പോയ കൂലി തന്നെ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ അവന് നൽകും. കാരണം എന്ത്? അവൻ സുബ്ഹി നിസ്കരിക്കുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകും, എനിക്ക് ജമാഅത്തിന് പോകാൻ സാധിക്കാത്തത് രോഗം കൊണ്ടാണല്ലോ. അപ്പോൾ ബഹുമാനപ്പെട്ട നബി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി വലിയ ഒരു മെസ്സേജാണ് ഈ ഹദീസ് നൽകിക്കൊണ്ട് നമ്മളോട് പറയുന്നത്.